ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ടെല്ലവീവിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം. ഇപ്പോൾ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടയിൽ ഇസ്രയേലിനെ ഞെട്ടിച്ച് തലസ്ഥാനമായ ടെല്ലവീവിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം തുടരുന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതീവ സുരക്ഷയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലെ US എംബസിക്ക് സമീപമാണ് വെള്ളിയാഴ്ച രാത്രി ആക്രമണം നടന്നത്. എംബസിക്ക് സമീപം വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആക്രമണത്തിൽ യെവ്ജെനി ഫെർഡർ എന്ന ഒരു 50-കാരനാണ് കൊല്ലപ്പെട്ടത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം 2 വർഷം മുമ്പാണ് ഇയാൾ ബെലാറസിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ